പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ ഇന്ന് നാം പ്രത്യേകിച്ച് ചിന്തിക്കുന്നത് കുടുംബജീവിതത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ ദാമ്പത്യ ജീവിതം മുന്നേറുവാനുള്ള ഒരു കാര്യം അച്ഛൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഭാര്യ ഭർത്താവല്ല, എവിടെ ഒരുമിച്ച് ജീവിക്കുന്നോ ഏതു മനോഭാവത്തോടുകൂടി നമ്മൾ ജീവിക്കണമെന്ന് പറയുവാൻ ഒന്നുണ്ട്. വചനാദി അച്ഛൻ പറയാം. എഫേസ്യസ് ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം, ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് പരസ്പരം ബഹുമാനിക്കുക, വിധേയപ്പെടുക, അതാണ് പറയുന്നത്. രണ്ടാമത് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 3, 4, 5. ഇവിടെ പറയുന്നത് ഒരുപോലെ ചിന്തിച്ച് ഒരേ സ്നേഹത്തിൽ മുന്നേറുമ്പോൾ ജീവിതം വിജയിക്കും. അതാണ് പറയുന്നത്. നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഉണ്ടോ, രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കണം. ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായം ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഇപ്പം എല്ലാ തരത്തിലും ഒരുപോലെ ചിന്തിക്കണം, ഒരുപോലെ സ്നേഹിക്കണം, ഒരേ അഭിപ്രായം. അപ്പോഴാണ് സന്തോഷം പൂർണ്ണമാകുന്നത്. ദാമ്പത്യ ജീവിതത്തിൻ്റെ പൂർണ്ണത അങ്ങനെയാണ്. ഇനി വീണ്ടും പറയാം, മാത്സര്യമോ വ്രതാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠതായി കരുതണം. പ്രൈസ് ദി ലോർഡ്. അതിന് ഓരോരുത്തരും ഭാര്യയും ഭർത്താവും മക്കളെല്ലാം മറ്റു മക്കളെ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ പൗലോസിലെ പറഞ്ഞ വചനമൊക്കെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം സ്വർഗമാകും. പ്രിയമുള്ളവരെ, അതായത് നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരെയും ആശ്രയിച്ചിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർ വിചാരിച്ചാൽ മതി, എൻ്റെ ഭാര്യ ആരാണ്, എൻ്റെ ഭർത്താവ് ആരാണ്, ഞാൻ എങ്ങനെ അവളോടും അവനോടും പെരുമാറും, അല്ലെ ഞാനെന്ത് പ്രതീക്ഷിക്കുന്നു. അച്ഛന് ചെറിയൊരു കഥ പറയാം. ഈ റബ്ബറും തോട്ടത്തിലൊക്കെ ഉള്ള ഒരു കൊച്ചു കിളിയാണ് ഇരുട്ട് കിളി എന്ന് പറയും. കൊച്ചു കിളിയാണേ. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരിക്കലൊരു കുറുമ്പൻ, ഒരു കുസൃതി കൊച്ച്, അവൻ്റെ റബ്ബറും തോട്ടത്തിൽ പോയിട്ട് കൊച്ചു കിളിയെ പിടിച്ചു. ഇങ്ങനെ കയ്യിൽ പൊത്തി പിടിച്ചിട്ട് അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് അവൻ വന്നു. അമ്മേനെ പറ്റിക്കാൻ വേണ്ടി അമ്മയോട് അവൻ ചോദിച്ചു, മമ്മി എൻ്റെ കയ്യിൽ ഒരു കിളിയുണ്ട്, ഈ കിളി ചത്തതാണോ ജീവനുള്ളതാണോ മമ്മി എന്ന് പറയാൻ പറഞ്ഞു. ഇവനെന്താ മനസ്സിൽ കണ്ടതെന്ന് അറിയാമോ? മമ്മി പറയും, എടാ കിളി ചത്താന്ന് പറയും. അപ്പോൾ കൈ തുറന്നു വിളിക്കും, കിളി അങ്ങ് പറന്നു പോകും. ഇനി മമ്മി വരെയാണ്, എടാ കിളിക്ക് ജീവനുണ്ട് പറഞ്ഞാൽ ഒറ്റ പീച്ചു കൊടുക്കും, കിളി ചത്തുപോകും. ഇതാണ് ഈ കുട്ടിക്കുറുമ്പൻ്റെ മനസ്സിലെ കുറുമ്പ്. ഇവൻ്റെ അല്ലേ മമ്മി. അവൾ ഇവൻ്റെ മുഖത്തേക്ക് നോക്കി, എന്നിട്ട് കുറുമ്പൻ്റെ കുറുമ്പ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, എടാ മോനെ, നിൻ്റെ കയ്യിൽ ഒരു കിളിയുണ്ടെന്ന് സത്യമാ, ആ കിളിക്ക് ജീവനുള്ളതാണോ ചത്തതാണോ എന്നത് നിന്നെ ആശ്രയിച്ചിരിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം മമ്മി പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ കിളിയെ പീച്ചു കൊല്ലാം, അല്ലെങ്കിൽ കൈ തുറന്ന് പറന്നു പോകാൻ അനുവദിക്കാം. പ്രിയമുള്ളവരെ, ഇതാ പറയുന്നത് കുടുംബജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് പൗലോസ് പറഞ്ഞ ഈ വചനങ്ങളാണ്. നിങ്ങൾ മറക്കരുത്. ഒരേ കാര്യം ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച്, ദൈവസ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി സന്തോഷത്തോടെ ജീവിക്കണം. ദുരഭിമാനം മത്സരം ഒന്നും വേണ്ട, മറിച്ച് താഴ്മയോടെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും അവരെന്നേക്കാൾ ശ്രേഷ്ഠരായി കണ്ടുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ കുടുംബം സ്വർഗമായി മാറും. ഈ ദിവസം അങ്ങനെ വലിയ സ്വർഗീയമായ അനുഭവങ്ങളും സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒപ്പം മറ്റു മക്കളെ അവരായിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കുവാനും അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കാനും അവർ സ്നേഹിക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു നല്ല ദിവസം എല്ലാ മക്കൾക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം അച്ഛൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശ്വര ആശീർവാദം അച്ഛൻ തരാം.
നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.